പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ. വിക്രമിന്റെ വീട്ടിലേക്ക് ലക്ഷ്യങ്ങളുമായി അച്ചമ്മ കടന്നു വരുന്നുണ്ട്. വിക്രമിനെയും സുധാകരൻ മാഷിനെയും ഇണക്കം മാറ്റി അവരെ ഒന്നിപ്പിക്കണം. പിന്നെ ഏതയും വിക്രവും ഒത്ത് പുതിയൊരു ജീവിതം അവർക്കിടയിൽ ഉണ്ടാവണം. വിക്രമിന്റെ സ്വഭാവം മാറ്റി പുതിയൊരു വിക്രമാക്കി മാറ്റണം എന്നെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് അച്ചമ്മ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലെ മാറ്റങ്ങൾ കണ്ട് അച്ചമ്മ അത്ഭുതത്തോടെ എല്ലാം നോക്കി കാണുന്നുണ്ട്. ഏതാ വിക്രമിനെ ഒത്തിരി മാറ്റിയെടുത്തെന്നു സുധാകര മാഷിന്റെയും കമലത്തിന്റെയും മനസ്സിലേത് കയറി കൂടിയെന്നും ഒരിക്കലും വേദേനെ അവർക്ക് പിരിയാനാവില്ല എന്ന് അച്ചമ്മ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ വിക്രമിനെയും സുധാകര മാഷിനെയും പഴയതുപോലെ എന്നാക്കാനായി അച്ചമ്മ വേദയോട് ഒരു കാര്യം പറയുന്നുണ്ട്. മോൾ ഇവിടെ ഇരിക്കെ അച്ചമ്മ ഒരു കാര്യം പറയട്ടെ വേദയോട് പറയുന്നുണ്ട്. ആ കഥ ഒന്ന് അടച്ചേ, മോള് മാത്രം കേട്ടാ മതി. അത് കേട്ട് വേദ അത് കിടക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ അച്ചമ്മേ? അന്നേരം അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറയുക, ഞാനൊരു കാര്യം പറയട്ടെ, മോൾ ഈ വീട്ടിനെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. വിക്രമിന്റെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. പഴയ വിക്രമല്ല ഇപ്പോ. മോളോട് ശരിക്കും സ്നേഹവും ഇഷ്ടവും എല്ലാം ഉണ്ട്. അതുപോലെ സുധാകര മാഷും, അതായത് എന്റെ മകനും വിക്രവും തമ്മിലുള്ള ആ അകൽച്ച നമുക്ക് മാറ്റിയെടുക്കണം. അതിനുള്ള ഒരു സൂത്രവുമായിട്ടാ ഈ അച്ചമ്മ വന്നത്. ഇത് കേട്ട് വേദ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. നേരം അച്ചമ്മ പറയുക, എന്താ ഇങ്ങനെ നോക്കുന്ന? ആ സൂത്രം എന്താണെന്ന് അറിയണോ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ആ അറിയണം. നേരം പറയുന്നുണ്ട്, അടുത്ത ആഴ്ച സുധാകരന്റെ പിറന്നാളാ, ജന്മദിനം, സുധാകരന്റെ ബർത്ത്ഡേ. നമുക്കന്ന് അടിച്ചു പൊളിക്കണം. വിക്രമിനെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മോള് ഞാൻ പറയുന്നത് പോലെയെല്ലാം കേൾക്കണം. ഞാൻ എന്ത് ചെയ്യാൻ അച്ഛമ്മ? നേരം പറയുക, മോള് പറഞ്ഞ എന്തും ഇപ്പൊ വിക്രം കേൾക്കും. അത്രയ്ക്കും വിക്രമിനെ മോള് മാറ്റിയെടുത്തിട്ടുണ്ട്. മോളല്ലേ വിക്രമിനെ കൊണ്ട് മലയ്ക്ക് മാറി ഇടിപ്പിച്ചത്. എന്നിട്ടാണോ ഇത് ചെയ്യാൻ ഇത്ര വലിയ പാട്? അന്നേരം വേദ ചിരിക്കും. പോയേക്കും ചെമ്മ പറയുന്നുണ്ട്, ഇനിയും കുറച്ചു ദിവസമുണ്ട്. വിക്രമിനോട് പേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ ചുറ്റിക്കറങ്ങാതെ ആ ശ്രീകാരൻ ശ്രീനിവാസന്റെ പുറകെ പോകാൻ അനുവദിക്കാതെ അവനോട് ജോലിക്ക് പോകാൻ പറയണം. കിട്ടുന്ന കാശിന് സുധാകരന്റെ പിറന്നാളിന് കേക്കും ഡ്രസ്സും പത്തിക്കുള്ള സാധനങ്ങളും എല്ലാം വിക്രമിനോട് മേടിക്കാൻ പറയണം. സുധാകരന് തോന്നണം എന്റെ പഴയ വിക്രമിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, വിക്രം ഇപ്പോ വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട് അച്ഛമ്മേ. അവിടുത്തെ ജോലികളും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കാശ് നമുക്ക് കൊടുക്കാറുമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാറില്ല. നേരം അച്ഛമ്മ പറയും, അങ്ങനെ പോരാ, ഈ വിക്രമിന്റെ ഭാര്യയാണ്. അവൻ എവിടെ ജോലിക്ക് പോകുന്നു, എത്ര രൂപ കിട്ടുന്നു, ആ കാശ് എന്തിനൊക്കെ ചെലവഴിക്കുന്നു, ഇതൊക്കെ അറിയേണ്ട അവകാശം നിനക്കാ. അതിനി ഞാൻ പറഞ്ഞു തരണോ? അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം. വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ശ്രീകാര്യൻ ശ്രീനിവാസന്റെ പുറകെ പോവാൻ മോള് സമ്മതിക്കരുത്. വേദ ചിന്തിക്കുന്നുണ്ട്. അച്ഛമ്മ പറഞ്ഞതും ശരിയാണ്. വിക്രമിന്റെ മാറ്റത്തിന്റെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും വിക്രമിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും വേദയ്ക്കും തോന്നുന്നുണ്ട്. നേരം അച്ഛമ്മയ്ക്ക് വേദ വാക്ക് കൊടുക്കുക. ശരി അച്ഛമ്മ, അച്ഛമ്മയ്ക്ക് ഞാൻ വാക്ക് തരുക. വിക്രമിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. നേരം അച്ഛമ്മ വേദയെ നോക്കി സ്നേഹത്തോട് ചിരിക്കുന്നുണ്ട്. നേരം വിക്രാത്രി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ വേദ അന്നേരം പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വേദയുടെ മുഖത്തേക്ക് നോക്കുന്ന വിക്രം ഒന്നെടുക്കാതെ നോക്കുക. നേരം വേദ കണ്ണുമടച്ച് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. നേരം വിക്രം വേദനെ സ്നേഹാദ്രമായി നോക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അച്ചമ്മ അവിടേക്ക് വരുന്നുണ്ട്. വിക്രമിന് വേദയോടുള്ള പ്രണയം എത്രമാത്രമുണ്ടെന്ന് അച്ചമ്മ അന്നേരം മനസ്സിലാക്കുന്നുണ്ട്. നല്ലപോലിരുന്ന വിക്രമിന്റെ മനസ്സ് ഒരു പൂവാക്കി മാറ്റിയെന്ന് അച്ചമ്മ അന്നേരം ചിന്തിക്കുന്നുണ്ട്. അരികിലോട്ട് വന്ന അച്ഛൻ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട്, നീ എന്താടാ വേദയുടെ മുഖത്ത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന? എപ്പോഴാണോ വേദ നിനക്ക് സുന്ദരിയായി തോന്നുന്നത്? ഇത് കേട്ട് വേദ കണ്ണ് തുറക്കുന്നുണ്ട്. നേരെ വിക്രം പെട്ടെന്ന് അച്ഛമ്മയോട് പറയുക, ഞാൻ എന്ത് നോക്കിയെന്നാ? ഓ പിന്നെ ഭയങ്കര സൗന്ദര്യമല്ലേ, എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് അടി തപ്പി പോകുന്നുണ്ട്. നേരെ വേദ അച്ഛമ്മയോട് പറയുക, വിക്രമിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അത് നാവ് കൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കാത്തിരിക്കുന്നത്. കേട്ട് പറയുന്നുണ്ട്, എന്തായാലും അധികം വൈകാതെ വിക്രമായ ഇഷ്ടം അവളോട് പറയും. ഞാൻ പോകുന്നതിന് മുന്നേ. അന്നേരം വേദ രാവിലെ ചായയുമായി വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. നേരം വിക്രം തല ചീകുന്നുണ്ട്. ചായ കൊടുത്തിട്ട് ഇത് പറയുന്നുണ്ട്, അച്ഛന്റെ പിറന്നാള് എന്നാണെന്ന് നിങ്ങൾക്കറിയാം. നേരം വിക്രം വേദി നോക്കിട്ട് പറയുന്നുണ്ട്, അറിയാം. നേരം പെട്ടെന്ന് പറയുന്നുണ്ട്, അടുത്ത ആഴ്ചയിൽ, ഈ മാസം തന്നെയാ. എന്നോട് ആര് പറഞ്ഞു? നേരം വേദ പറയുക, എന്നോട് അച്ഛമ്മ പറഞ്ഞു. നിങ്ങൾ എന്ത് സമ്മാനമാ അച്ഛന് കൊടുക്കാൻ പോകുന്നത്? അച്ഛന്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അതേ പതിയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്ത് വാങ്ങിക്കൊടുത്താലും അച്ഛൻ അത് സ്വീകരിക്കില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങാറില്ല. നേരം വേദ പറയുന്നുണ്ട്, അത് പറ്റില്ല. പിറന്നാളിന് നിങ്ങൾ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുക. അച്ഛമ്മ മുൻകൈ എടുത്ത ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് നിങ്ങളാണ്. മേടിക്കേണ്ടത് എല്ലാ ചെലവും. ഇത്രയും പെട്ടെന്നൊരു ജോലി പോകാൻ നോക്ക്. ഈ കാര്യം ശ്രീനിവാസന്റെ പുറകെ മാലാട്ടി നടക്കാതെ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, മാല ഇട്ടേക്കോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അന്നേരം വേദ പറയുന്നുണ്ട്, സ്വന്തം അച്ഛന് വേണ്ടിയല്ല, അച്ഛൻ എന്ത് സന്തോഷിക്കും. പ്ലീസ് വിക്രമ്മയ്ക്കും ഒത്തിരി സന്തോഷാവും. നിങ്ങൾ മാറണം. നിങ്ങളുടെ മാറ്റം ഈ വീടിന് എന്ത് സന്തോഷം നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നേരം വിക്രം പറയുന്നുണ്ട്, എനിക്കറിയാം. ഈ വീട്ടിലിപ്പോ കുറച്ച് സന്തോഷം സമാധാനം ഉണ്ട്. അത് ഞാൻ കാരണമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് കേട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജോലിക്ക് പോണോന്ന്. ആലയിട്ടിരിക്കുന്ന സ്വാമിയല്ലേ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്താ തെറ്റ്? ഏത് ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. അത് ചെയ്യുന്നതിന് നമ്മൾ ആരെയും പേടിക്കണ്ട, ആരുടെയും മുഖം നോക്കണ്ട. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളുടെ ആവശ്യത്തിനല്ലേ, എനിക്ക് വേണ്ടിയല്ല. ആ പാവം അച്ഛന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പൊക്കൂടെ?
ഇത് കേട്ട് വിക്രമിന് തോന്നുക ഇത് പറഞ്ഞതും ശരിയാണ്. അച്ഛന് ഒത്തിരി സന്തോഷാവും. ഞാൻ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന കാശിൽ എന്ത് വാങ്ങിച്ചാലും അച്ഛന് സന്തോഷാവും. മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്ന വിക്രമിനും തോന്നുന്നുണ്ട്. നേരം വിക്രം ഷോപ്പിൽ ജോലിക്ക് രാവിലെ തന്നെ പോകുന്ന നൈറ്റും പണിയെടുക്കുന്നുണ്ട്. നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യുന്നത്, നാളെ ചെയ്യാം. നേരം വിക്രം പറയുന്നുണ്ട് കാശിന് അത്ര അത്യാവശ്യമുണ്ട്, നിങ്ങൾ പൊക്കോളൂ. നേരം വിക്രമിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അന്നേരം അനിയൻ കുട്ടം പറയുന്നുണ്ട് വിക്രമിനിപ്പോ എന്ത് നല്ല മാറ്റവാ, നമ്മുടെ കൂടെ കളിയും തമാശയും പറഞ്ഞിരിക്കുന്ന വിക്രം ഷോപ്പിൽ ജോലി ചെയ്യുക. ആട് മൊത്തം അറിയപ്പെടുന്ന എല്ലാവർക്കും പേടിയുള്ള ആ ഗുണ്ട വിക്രം ഇപ്പൊ എവിടെ പോയടാ. ഒരു പെണ്ണ് ജീവിതത്തിൽ വന്നപ്പോ ക്രമം മാറി, ഏതാ മാറ്റി, അതില്ലേ വിക്രം സത്യം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നുമല്ല, അച്ഛന്റെ പിറന്നാളല്ലേ അടുത്ത ആഴ്ച വരുന്നത്, കുറച്ച് കാശ് ഉണ്ടാക്കണം, അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന. നേരം ഷോപ്പിലെ ഫ്രണ്ട്സ് വിക്രമിനെ കളിയാക്കുന്നുണ്ട്. രാത്രി ഇത്തിരി വൈകിട്ട് വിക്രവും ഫ്രണ്ട്സ് ഷോപ്പിലിരിക്കുന്നുണ്ട്. വിക്രം ജോലി ചെയ്യുന്നുണ്ട്. കൂട്ടിനും ഫ്രണ്ട്സും. നേരം ഇൻസ്പെക്ടർ സാബു കാറിൽ വരുന്നുണ്ട്. കൂടെ ഒരു പെണ്ണും. ആ നേരം പെട്ടെന്ന് കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. ഷോപ്പിൽ പോയാൽ മാത്രം കാറ് മുന്നോട്ട് പോവുള്ളൂ എന്ന് ഇൻസ്പെക്ടർ സാബുവിന് മനസ്സിലാവുന്നുണ്ട്. നേരം കുറച്ച് ആളുകൾ അയാളുടെ അരികിലോട്ട് വരുക. എന്താ സാറെന്ന് ചോദിക്കുന്ന നേരം സാബു പറയുക കാറ് സ്റ്റാർട്ട് ആവുന്നില്ല, ഷോപ്പിലെ ആള് വന്നാലേ ഇതിനി ശരിയാക്കാൻ പറ്റും. അന്നേരം കൂടെ നിന്നവർ പറയുന്നുണ്ട് സാർ ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ശരിയാക്കാൻ പറ്റും. നേരം സാബു പറയുന്നുണ്ട് ആരെങ്കിലും വിളിക്കുന്നേരം അവര് വിക്രമിന്റെ വർക്ക്ഷോപ്പിലോട്ട് വിളിക്കുന്ന നേരം കാർ ചീത്തയെന്നും അത് ശരിയാക്കാൻ വരണമെന്നും സ്ഥലവും പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും അങ്ങോട്ട് വരണമെന്ന് വെച്ച് പറയുന്നുണ്ട്. നേരം ഫ്രണ്ട്സിനോട് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് പോകുന്ന നേരം വിക്രമിന്റെ ഈ മാറ്റം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വിക്രം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇൻസ്പെക്ടർ സാബു വിക്രമിനെ കണ്ടേടിച്ച് വിറച്ചതുപോലെ നിൽക്കുക. ആറിനുള്ളിൽ ഒരു പെണ്ണിരിക്കുന്നത് വിക്രം കണ്ടാൽ തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ സാബു ആകെ പരിഭ്രമത്തിൽ നിൽക്കുക. അപ്പോഴേക്കും വിക്രം സാബുവിനെ കാണുന്നുണ്ട്. ഹാളിലിരിക്കുന്ന ആ പെൺകുട്ടീനെയും കാണുക. ഇത് കണ്ട് വെള്ളച്ചിരിയോടെ സാബുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക നിങ്ങളാണോ വിളിച്ചത്, ഇവിടെ ഉള്ളവരോട് ചോദിക്കുക. അന്നേരം സാബു പറയുന്നുണ്ട് എന്നെ ആരാ വിളിച്ചത്, എനക്ക് എന്തറിയാം, വേറെ ആരെങ്കിലും പറഞ്ഞു വിട്. അന്നേരം വിക്രം പറയുന്നുണ്ട് പണി പഠിച്ചതുകൊണ്ടാണല്ലോ സാർ ഞാൻ വന്നത്, എന്താ കംപ്ലൈന്റ് ആണെന്ന് പറയൂ. നേരം വിക്രം ഇറങ്ങി നോക്കുന്നുണ്ട്. ശരിയാക്കിയ ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ സാബു കാർ സ്റ്റാർട്ട് ചെയ്യുക. ഓണായത് കണ്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ സാർ, വിക്രമിന് ഈ പണിയും അറിയാമെന്ന്. എത്ര രൂപയായെന്ന് സാബു അന്നേരം ചോദിക്കുക. 500 രൂപയെന്ന് വിക്രം പറയുന്നുണ്ട്. നേരം ആ കാശ് വിക്രമിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. നേരം വിക്രം ചോദിക്കും ഇതാരാ സാർ, താന്റെ ഭാര്യയല്ല പിന്നെ ആരാ. നേരം സാബു പറയുന്നത് എന്തിനാടാ നീ അറിയുന്നത്. നേരം വിക്രം പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് കണ്ടതല്ല, ഒരു ഫോട്ടോ എടുത്തേക്കാം. ഇങ്ങനെ ഫോണിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ വിക്രം എടുക്കുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ സാബു പറയുന്നുണ്ട് എടാ. നേരം വിക്രം പറയുക ദേഷ്യപ്പെടാതെ ഓണം സാർ, കൂടെ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ, വെറുതെ ആളുകളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട, വിളിച്ച് പറയണോ കൂടെയുള്ളത് ആരാണെന്ന്. ആരും നാണം കെട്ടണ്ടെങ്കിൽ പോകുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരെ നിങ്ങളെ തൊലി ഉരിച്ചു വിടും, അത് വേണോ. നേരം ദേഷ്യത്തോടെ സാബു പോകുന്നുണ്ട്. നേരം വിക്രം തിരിച്ചുകൊണ്ട് പറയുക അന്നെ പൂട്ടാനുള്ള ഒരു ആയുധം എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇനി വാ കാണിച്ചു തരാ ഞാൻ. വിക്രം സന്തോഷത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം വിക്രം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വിക്രമിനെയും കാത്ത് വേദ ഇരിക്കുക. അന്നേരം വിക്രം വേദയോട് പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ട, കഴിച്ചിട്ടാ വന്നത്, നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കുക. ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട്. ഏതാ നേരം വിക്രമിനെ പോയി നോക്കുക. ക്ഷീണം കാരണം വിക്രം ഉറങ്ങുന്നുണ്ട്. ഇത് കണ്ട് ഇത് കുറച്ചു നേരം വിക്രമിനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് വേദാത കിടച്ച് അവിടുന്ന് പോകുന്നുണ്ട്. രാവിലെ വിക്രമിന് ചായയും വേദ മുറിയിലോട്ട് പോകുന്നുണ്ട്. വിളിച്ചുണർത്തി ചായ കൊടുക്കുന്നുണ്ട്. നേരം വിക്രമിനോട് വേദ പറയുക നാളെയാണ് അച്ഛന്റെ പിറന്നാള്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണം, ആശയ്ക്ക് എവിടെയാ. നേരം വിക്രം വേദയുടെ കയ്യിലോടൊട്ടിൽ നിന്നും കുറെ കാശ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുക ആ കാശ് ആവശ്യമുള്ളതൊക്കെ നീ വാങ്ങിച്ചോ. നേരം ഇത് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി മേടിക്കാം. നേരം വിക്രം ശരിയെന്ന് പറയുന്നുണ്ട്. ബർത്ത്ഡേക്ക് ആവശ്യമായ എല്ലാം മേടിക്കുന്നുണ്ട്. ആരും അറിയാതെ വിക്രവും വേദയും ചെമ്മയും കൂടി എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്നേരം ചെമ്മ സുധാകരൻ മാഷിനെ സ്വർണം എടുക്കാനായി കാശ് കൊടുക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് വരാനായി ഇങ്ങനെ വിക്രവും വേദയും ജ്വല്ലറിയിലോട്ട് പോകുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് ഇത് കാണുന്നുണ്ട്. ആ ജ്വല്ലറിയിലെ ഓണർ തന്റെ ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കി ശ്രീകാന്ത് ഫോണിൽ വിളിച്ചു പറയുന്നുണ്ട് എന്റെ അനിയത്തിയും കൂടെ ഒരാളും സ്വർണം എടുക്കാൻ വരുന്നുണ്ടെന്നും സ്വർണം മോഷണം പോയെന്നും വിക്രമിനെ അതിൽപ്പെടുത്തണമെന്ന് അയാളോട് രഹസ്യമായി ഫോണിൽ വിളിച്ചു പറയുന്നുണ്ട്. നേരം CCTV ക്യാമറ ഉണ്ടെന്ന് നോക്കട്ടെ എന്നും അയാൾ പറയുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുക അവൻ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നേരം അയാൾ പറയുന്നുണ്ട് ശരി ഞാൻ ഏറ്റു. നേരം സന്തോഷത്തോടെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും മോഷണ കുറ്റത്തിന് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനും വിക്രമിന്റെ സ്വസ്ഥത കെടുത്താനും ആ കുടുംബത്തെ ദുഃഖത്തിലാക്കാനും വേണ്ടി ശ്രീകാന്ത് അങ്ങനെ ഒരു ചതി ചെയ്യാനായി പറയുന്നുണ്ട്. അന്നേരം വേദയും വിക്രമും മോതിരം നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം മുതലാളി അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഒരു മോതിരം എടുത്ത് വിക്രമിനെ ഡ്രസ്സിൽ ഒളിപ്പിക്കാനായി. അന്നേരം വിക്രമിനും വേദയ്ക്കും ചുറ്റാൽ കറങ്ങുന്നുണ്ട്. അന്നേരം വിക്രവും വേദയും മോതിരം നോക്കിക്കൊണ്ട് നിൽക്കുക. അന്നേരം ഒരു സ്റ്റാഫ് വിക്രം കാണാതെ വിക്രമിന്റെ പെണ്ണിന്റെ പോക്കറ്റിൽ ഒരു സ്വർണ്ണ മോതിരം എടുത്തു വെക്കുന്നുണ്ട്. അന്നേരം ഇവിടെ നിന്ന് ആള് പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മോതിരം കാണാനില്ല. അന്നേരം മുതലാളി പറയുന്നുണ്ട് CCTV ഇപ്പൊ വർക്കിംഗ് അല്ലല്ലോ, എല്ലാവരെയും പരിശോധിച്ചിട്ട് വിട്ടാ മതി. നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട്. നേരം വിക്രമിന്റെ ഷർട്ടും പാന്റും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. നേരം
പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ മോതിരം കിട്ടുക. അന്നേരം ഇത് കണ്ട് ഞെട്ടലോടെ വിക്രം വേദയെ നിൽക്കുന്നുണ്ട്. അന്നേരം വിക്രം ഉടനെ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാനല്ല ഇതെടുത്തത്. വേദയോടും വിക്രം ഇത് പറയുന്നുണ്ട്. അന്നേരം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. അന്നേരം വേദ പറയുക, CCTVയിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കൂ, ആ ക്യാമറയിൽ വിക്രം എടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ അറിയാമല്ലോ. അന്നേരം ഓണർ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞില്ലേ മേഡം അത് വർക്കാവില്ല എന്ന്. അന്നേരം വേദ പറയുക, നിങ്ങൾ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ശ്രീയേട്ടന്റെ കൂട്ടുകാരനല്ലേ, വീട്ടിൽ വരാറുണ്ട്, എല്ലാ ഫംഗ്ഷനും നിങ്ങളെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇത് കേട്ട അയാൾ അല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. അന്നേരം വിക്രം വേദേനെ നോക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ഈ ചതി ചെയ്തതെന്ന് വിക്രമിന് അന്നേരം മനസ്സിലാവുന്നുണ്ട്. അന്നേരം വേദയ്ക്ക് ഏകദേശ രൂപം പിടികിട്ടുന്നുണ്ട്. എന്നിട്ട് പറയുക, ഇപ്പൊ മനസ്സിലായി വിക്രമിന്റെ പോക്കറ്റിൽ എങ്ങനെയാണ് ഈ മോതിരം വന്നതെന്ന്. അന്നേരം ഓണർ പറയുന്നുണ്ട്, എന്തായാലും ഇയാളാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്, ഞങ്ങൾക്കിത് പോലീസിനെ അറിയിച്ചേ പറ്റൂ, അവര് തീരുമാനിക്കട്ടെ ഇയാളെ എന്ത് ചെയ്യണോന്ന്. അന്നേരം ഇൻസ്പെക്ടർ സാബുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ജ്വല്ലറി മോഷണം നടന്നിട്ടുണ്ടെന്ന്, പെട്ടെന്ന് വരണമെന്ന്. അങ്ങനെ ശ്രീകാന്ത് ഇൻസ്പെക്ടറിന് സാബുവിനെ വിളിക്കുന്നുണ്ട്. സാബു പറയും, ജ്വല്ലറിയിൽ നിന്നും അയാൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയി സ്റ്റേഷനിലോട്ടൊന്ന് കൊണ്ടുവരട്ടെ, എന്നിട്ട് വിളിക്കാം, സാറെന്ന ഫോൺ വെച്ചോ. അങ്ങനെ സന്തോഷത്തോടെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം ഇൻസ്പെക്ടർ സാബു വിക്രമിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസിനെയും കൂട്ടി ജീപ്പിൽ കയറി ജ്വല്ലറിയിലോട്ട് വരുന്നുണ്ട്. അന്നേരം വിക്രവും വേദ അവിടെ ഇരിക്കുക. പോലീസ് അന്നേരം വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട്. ഇസയും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. നേരം ഓണർ പറയുന്നുണ്ട്, മോതിരം കാണാതായി, ഇവിടുത്തെ കസ്റ്റമറിനെയൊക്കെ പരിശോധിച്ചപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് കാണാതായ മോതിരം കിട്ടി. നേരം ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നിനക്ക് ഗുണ്ടാപ്പണി മാത്രമല്ല മോഷണം ഉണ്ടല്ലേ, എന്റെ അച്ഛൻ ഇങ്ങനെയാണോ തന്നെ പഠിപ്പിച്ച് വിട്ടത്. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നു. എന്നാ സ്വാമി എന്റെ കൂടെ വരണം, മാലയ്ക്ക് മാലയിട്ട് വള്ളത്തരം കാണിക്കുന്നു, നീയൊക്കെയാണോടാ മാല ചവിട്ടാൻ പോകുന്നത്. നേരെ വിക്രം വേദി നോക്കിയിട്ട് പറയുന്നു, ഞാൻ മോഷണം നടത്തിയിട്ടില്ല, ഇവരെല്ലാരും കൂടി ഇതിന് ചതിക്കുകയാണ്, ഇവരുടെ ഏട്ടൻ ശ്രീകാന്തിന്റെ ഫ്രണ്ടാ ഇയാള് മനഃപൂർവ്വം എന്റെ പോക്കറ്റിൽ മോതിരം വെച്ചതാ, ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് മനഃപൂർവ്വം വർക്കിംഗ് അല്ലാന്ന്, അത് വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് നന്നായി അറിയാം. നേരം സാബു പറയുന്നുണ്ട്, അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, നീ എന്റെ കൂടെ വാ. നേരം വേദ പറയുന്നുണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിക്രം വരുന്നത്, ഇത് ചതിയ, വ്യക്തമായ തെളിവുകളില്ലാതെ എങ്ങനെയാ വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നത്, ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ വിക്രമിനെ കൊണ്ടുപോയാൽ ആ വന്ന് പുറത്തിറക്കിക്കൊള്ളാം, ഈ അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ. നേരം സാബു പറയുന്നുണ്ട്, എന്നാ പിന്നെ മേഡം അങ്ങനെ ചെയ്യും. നേരം വിക്രം പറയുന്നുണ്ട്, എടോ താൻ എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത. പതിയെ ഇൻസ്പെക്ടർ സാബുവിന്റെ അരികിലോട്ട് പോയിട്ട് അതിയെ പറയുന്നുണ്ട്, താൻ എന്നെ ഇപ്പൊ കൊണ്ടുപോയ ഇന്നലെ രാത്രി എന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരും. തന്റെ വീട്ടുകാരറിയും, കുടുംബം, ഭാര്യ, മക്കൾ, പിന്നെ എങ്ങനെയാടോ നീ അവരുടെ മുഖത്ത് നോക്കുന്ന എല്ലാം അതോടെ അവസാനം എന്നെ കുറ്റം പറയരുത്. ഈ ഫോട്ടോ ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്താൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോണേന്ന്. സാറ് തന്നെ തീരുമാനിക്കും, ആരുടെ ജീവിതമാണോ വലുത് അതോ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതിക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നേരം ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ സാബു വിക്രമിനെ നോക്കുന്നതിന് എന്നിട്ട് പറയുക, തൽക്കാലം ഇവൻ പൊക്കോട്ടെ, ഇയാളാണ് അതെടുത്തതെന്ന് വ്യക്തമായി തെളിവൊന്നുമില്ല, നിങ്ങളുടെ ക്യാമറ വർക്കല്ലല്ലോ, അത് ഇയാൾ വിളിപ്പിച്ചതാണെന്ന് എങ്ങനെ പറയാനാവും. ഇത്രയും പറഞ്ഞിട്ട് സാബു അവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം വേദ ശ്രീകാന്തിന്റെ ഫ്രണ്ട് ഓണർ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ഇട്ടെന്ന് സാബുവിന്റെ ഈ മാറ്റം കണ്ട് അത്ഭുതത്തോടെ നിൽക്കും. നേരം വിക്രമിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കും. നേരം വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അയാളോട് പറഞ്ഞു, അയാളെ പേടിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോയത്, സത്യം പറയും വിക്രം, എന്താ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് എന്ത് പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തിയത്. അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുക, അത് തൽക്കാലം നീ അറിയണ്ട, ഞാൻ പിന്നെ പറയാം, എന്നവാ നേരെ ഒത്തിരി വൈകി, ഒരുപാട് ജോലികളില്ലേ വീട്ടിൽ പോയിട്ട്. നേരം രണ്ടുപേരും സ്വർണ്ണ മോതിരവും മേടിച്ച് ഇവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ കാത്തിരുന്ന ശ്രീകാന്തിന്റെ മുന്നിൽ വിക്രവും വേദ ഇരിച്ചു കളിച്ചു പോകുന്നത് ശ്രീകാന്ത് കാണുന്നുണ്ട്. നേരം ഇത് കണ്ടീഷ്യത്തോടെ നിൽക്കുക. നേരം ഇൻസ്പെക്ടർ സാബുവിനോട് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, താൻ എന്താ അവനെ അറസ്റ്റ് ചെയ്തില്ലേ, ഞാനിപ്പോ ജ്വല്ലറിയുടെ ഫ്രണ്ടിലുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നില്ല. നേരെ സാബു പറയുന്നുണ്ട്, ഞാൻ വന്നിരുന്നു, സാറിന് അവിടെയൊന്നും കണ്ടില്ല, എനിക്കിപ്പോ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതെന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാര്യം സാർ മറന്നേക്ക്. ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ സാബു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരെ ദേഷ്യത്തിൽ ശ്രീകാന്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും അച്ഛമ്മയും ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തുന്നുണ്ട്. സുധാകരൻ മാഷിന്റെ ജന്മദിനം. രാവിലെ തന്നെ വിക്രവും വേദയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ വരുമ്പോഴേക്കും മാഷി പത്രം വായിച്ചുകൊണ്ടിരിക്കും. സാധം മാഷിന്റെ കയ്യിലോട്ട് ഇത് കൊടുക്കുന്നുണ്ട്. മാഷ നേരം വീട്ടിൽ ചാർത്തുന്നുണ്ട്. നേരം കുളിച്ചൊരുങ്ങി അമലം വരുവാ. മാഷ് ഇതുവരെ റെഡിയായി, മാഷിന്റെ പിറന്നാളല്ലേ, അമ്പലത്തിൽ പോവാ. നേരം ഒരുങ്ങി അച്ഛമ്മയും വരുന്നുണ്ട്. ആ വരണോ, നിങ്ങൾ പോയിട്ട് വാ. നേരം അച്ഛമ്മ പറയുന്നുണ്ട്, അത് പറ്റില്ല, വേദയും വിക്രമും അമ്പലത്തിൽ പോയിട്ട് വന്നത് കണ്ടോ, നിനക്ക് വേണ്ടി വഴിപാടൊക്കെ കഴിച്ചിട്ടാ വിക്രവും വേദയും വരുന്ന. നേരം മാഷി വിക്രമിനെ നോക്കുന്നുണ്ടെന്നും പറയാതെ മാഷി റെഡിയാവാനായി പോകുന്നുണ്ട്. നേരം കമലവും പോവുക. നേരം അച്ഛമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഇവിടെ എല്ലാം റെഡിയായിരിക്കണം, കേക്കും ഇവിടേക്ക് അലങ്കരിച്ച് നമുക്ക് സുധാകരനെ ഞെട്ടിക്കണം, എല്ലാം റെഡിയല്ലേ മക്കളെ. നേരം വിക്രവും വേദയും പറയുക, എല്ലാം സെറ്റാ, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വാ, അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം, അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് വന്ന കാര്യം ഉറപ്പാ ഇത് പറയുക. നേരം വിക്രവും ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ 3 പേരും അമ്പലത്തിൽ പോകുന്നുണ്ട്. പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോഴേക്കും കേക്കും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ആള് മൊത്തം അലങ്കരിക്കുന്നുണ്ട്. ഇത് കണ്ട് മാഷി ഹോളിലോട്ട് വരുമ്പോ ഞെട്ടി ധരിച്ച് നിൽക്കുക. ബർത്ത്ഡേ ആശംസയും കേക്കും ഇവിടുത്തെ അലങ്കാരവും ഒക്കെ കണ്ട് മാഷി തന്നെ ഞെട്ടുന്നുണ്ട്.
അതോടൊപ്പം കമലവും നീരും അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയുക, ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഞാനും വിക്രവും വേദയും കൂടിയാ. നിനക്കൊരു സർപ്രൈസ് തരാൻ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ നിന്റെ ബർത്ത്ഡേ ഇന്ന് അടിച്ചു പൊളിക്കും. ഇതെല്ലാം വിക്രമിന്റെ ചെലവ്. അവൻ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂടെ എട്ടിനും കുത്തിനും പോയി കിട്ടിയ കാശുകൊണ്ടല്ല അവൻ ഇതൊക്കെ ചെയ്തത്. അവൻ അധ്വാനിച്ച് ജോലിക്ക് പോയി സമ്പാദിച്ച കാശുകൊണ്ടാ എനിക്ക് വേണ്ടി വിക്രം ഇതൊക്കെ ചെയ്തത്. ഇത് കേട്ട് സുധാകരൻ മാഷിൻ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നേരം വിക്രം മാഷിനെ നോക്കി ചിരിക്കും. നേരം കമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ഏതാ നേരം മനസ്സ് നിറഞ്ഞ് വിക്രമിനെ നോക്കുന്നു.